ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2025 ആദ്യത്തെ ബോംബെന്ന് വിശേഷിപ്പിക്കാവുന്ന ക്രേവൻ ദ ഹണ്ടർ ആണ്. സോണി സ്പൈഡർമാൻ ഇല്ലാത്ത സിനിമാറ്റിക് യൂണിവേഴ്സിലെ അവസാനത്തെ സിനിമയാണ് ക്രേവൻ. സ്പൈഡർമാന്റെ പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാളായ ക്രേവനെ ബേസ് ചെയ്താണ് ഈ സിനിമ വരുന്നത്. ക്രേവനായി സ്ക്രീനിൽ വരുന്നത് ആരോൺ ടൈലർ ജോൺസനാണ്. മറ്റ് പ്രധാനപ്പെട്ട വേഷങ്ങളിൽ റസൽ ക്രോയും ഫ്രെഡ് ഹേഷിംഗറും വരുന്നുണ്ട്. ഈ സിനിമ എന്തിന്, ഈ സിനിമ ആർക്ക് വേണ്ടി എന്ന രണ്ട് ക്വസ്റ്റ്യൻസും ഇത് കാണുന്നതിന് മുമ്പ് നമുക്ക് തോന്നും, കണ്ടു കഴിയുമ്പോഴും ഫീൽ ചെയ്യും. ആരോൺ ടൈലറും റസൽ ക്രോയും അല്ലാതെ ബാക്കി വരുന്ന എല്ലാ സപ്പോർട്ടിംഗ് ആക്ടേഴ്സും മത്സരിച്ച് മോശം അഭിനയം കാഴ്ചവെച്ചൊരു സിനിമ കൂടെയായിരുന്നു ഇത്. ഇടയ്ക്ക് വെച്ച് ഇത് ആക്ച്വലി ടാർസനോ ലൈവ് ആക്ഷൻ ലയൺ കിങ്ങോ അല്ലെങ്കിൽ ജംഗിൾ ബുക്ക് സിനിമയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇതിൽ വരുന്ന സപ്പോർട്ടിംഗ് ആക്ടേഴ്സിനേക്കാൾ കൂടുതൽ അഭിനയവും എക്സ്പ്രഷനും ഇതിലെ മൃഗങ്ങളുടെ മുഖത്ത് വരുന്നുണ്ട്. കഥയിൽ ഒരിടത്തും ക്രേവൻ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണെന്നോ അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പോ ഇവിടെ കൊടുക്കുന്നില്ല. ത്രൂ ഔട്ട് ദ ഫിലിം ഒരു ഹീറോ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്ക്രിപ്റ്റിൽ ഒരുപാട് ലൂപ്പ് ഹോൾസും ലോജിക്കിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പോട്ടേന്ന് വെക്കാം, കഥ പറയുന്ന രീതിയിൽ ആ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ. ഇവിടെ അതുമില്ല. ആദ്യത്തെ ഒരു അരമണിക്കൂറിന് മുകളിൽ ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. സോ പ്രോപ്പറായ ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലീഷേ ആയിട്ടുള്ള ഡയലോഗുകളും പിന്നെ മീഡിയോക്കർ ആയിട്ടുള്ള ആക്ടിങ് കൊണ്ട് ആ ശ്രമങ്ങൾ ഫെയിൽ ആവുന്നുണ്ട്. എന്നാലും മാഡം വെബിൻ്റെ അത്ര വരത്തില്ല. 2-3 വില്ലന്മാരുണ്ട് ഈ സിനിമയിൽ. ഒന്നിനേക്കാൾ മോശമാണ് അടുത്തതെന്ന് പറയാം. എസ്പെഷ്യലി ഒരു ഡിസ്കൗണ്ട് ബെയിൻ ഉണ്ട്, അല്ലെങ്കിൽ റൈന. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു, VFX ആയിട്ടും അല്ലാതെയും. എന്നാലും മാഡം വെബിൻ്റെ അത്ര വരില്ല. സിനിമയുടെ ഒരു മേജർ പ്ലസ് പോയിന്റ് ഇതിലെ ആക്ഷൻ സീൻസും വയലൻസും ആണ്. അത് നല്ല എഫക്റ്റീവായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ക്ലൈമാക്സിലെ ആക്ഷൻ സീൻസൊക്കെ. ആരോൺ ടൈലർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ. അത് സ്ക്രീനിൽ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ റസൽ ക്രോയിൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ, അതും ഒരു ലെവൽ ഓഫ് സീരിയസ്നെസ് ഫിലിമിന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, ബാക്കിയൊക്കെ കോമഡി ആണെങ്കിലും. പക്ഷേ പുള്ളിയുടെ ആ ഒരു റഷ്യൻ ആക്സെന്റ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ടെറബിൾ സിനിമ തന്നെയാണ് ക്രേവൻ. ആക്ഷൻ സീൻസ് ഒഴിവാക്കിയാൽ ഒരു ഡിസ്പോസിബിൾ കോമിക് ബുക്ക് സിനിമ ആണെന്ന് പറയേണ്ടി വരും. വെറും ആക്ഷൻ സീൻസിന് വേണ്ടി ഒരു തവണ കണ്ടു നോക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നൊരു സിനിമയാണ് ക്രേവൻ. എന്നാലും മാഡം വെബിൻ്റെ അത്ര വരില്ല. പ്രൈസ് ദി ലോർഡ്, സോണിയുടെ സൂപ്പർ ഹീറോ സിനിമകൾ ഇതോടെ അവസാനിക്കുന്നു എന്നത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ക്രേവൻ ദ ഹണ്ടർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.